വർണ്ണമനോഹാരിതയിൽ മനം കവർന്ന് മണപ്പുള്ളിവേല. വേലകളുടെ വേലയായ മണപ്പുള്ളിക്കാവ് വേല വർണ്ണമനോഹാരിതയാൽ വേലപ്രേമികളുടെ മനം കവർന്നു. അമ്മയെ തൊഴുത സായുജ്യം നേടാൻ ഭക്തർ രാവിലെ മുതൽ പ്രവഹിച്ചുകൊണ്ടിരുന്നു. കിഴക്കേയാക്കര, പടിഞ്ഞാറേയാക്കര, കൊപ്പം ദേശങ്ങൾക്കൊപ്പം വടക്കത്തറ, മുട്ടിക്കുളങ്ങര, കള്ളിക്കാട് ദേശങ്ങളുടെ എഴുന്നള്ളത്തുകളും വാദ്യവിസ്മയങ്ങളും ഉത്സവപ്രേമികളെ ആവേശത്തിലാക്കി. കിഴക്കേയാക്കരയിൽ പുഷ്പാലങ്കാര പ്രഭയിൽ ഭഗവതിയെ വണങ്ങാൻ ഭക്തരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം പഞ്ചാരിമേളത്തോടെ കാഴ്ചശീവേലി നടന്നു. തുടർന്ന് പടിഞ്ഞാറേയാക്കരയിലെ ശ്രീമൂലസ്ഥാനത്ത് നിന്ന് വാളും പീഠവും ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചതോടെ തട്ടകം ഉത്സവ ലഹരിയിലായി. കോട്ടയ്ക്ക് മുൻപിൽ 15 ആനകളടങ്ങുന്ന എഴുന്നള്ളത്ത് നിരന്നതോടെ പഞ്ചവാദ്യത്തിന് തുടക്കമിട്ടു. നാദസ്വരം, തട്ടിൻമേൽക്കൂത്ത് എന്നിവ അകമ്പടിയായി. പടിഞ്ഞാറേയാക്കര ദേശത്തിന്റെ എഴുന്നള്ളത്തിന് ആനകളും വണ്ടിവേഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പഞ്ചവാദ്യം ഉൾപ്പെടെയുള്ള വാദ്യവിശേഷങ്ങളും അകമ്പടിയായി. കതിർക്കുടയും തട്ടിന്മേൽക്കൂത്തും പഞ്ചവാദ്യവും ആനകളുമായായിരുന്നു കൊപ്പം ദേശത്തിന്റെ എഴുന്നള്ളത്ത്. വടക്കന്തറയിൽ നിന്ന് തുടങ്ങിയ ആനകളുമായുള്ള സഹദേശങ്ങളുടെ എഴുന്നള്ളത്തും കൊപ്പം ദേശം എഴുന്നള്ളത്തും വേലച്ചന്തം ചാർത്തി. ദേശവേലകൾ യാക്കര വിശ്വേശ്വര ക്ഷേത്രത്തിലേക്ക് നീങ്ങി ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. വേലയോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിൽ സർക്കാർ ഓഫീസുകൾക്ക് അവധിയായിരുന്നു. ഈ താലൂക്കിലെ സമീപ പ്രദേശങ്ങളിൽ അവധിയില്ലാത്തത് അനേകം പേർക്ക് വിഷമമായി. എങ്കിലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം പേർ എത്തി. അടുത്ത വർഷം മുതൽ മണപ്പുള്ളി വേലയ്ക്ക് പാലക്കാട് താലൂക്കിന് തൊട്ടടുത്ത താലൂക്കുകളിലും ലീവ് അനുവദിക്കണമെന്ന് സൗഹൃദം ദേശീയവേദി ആവശ്യപ്പെട്ടു. വൈകുന്നേരം ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. ഹൈഡ്രജൻ ബലൂൺ ഇലക്ട്രിക് ലൈനിൽ തട്ടി തീപിടിച്ചതാണ് ആനയിടയാൻ കാരണമായത്.